സർക്യൂട്ടിൻ്റെ പ്രോബ്ലമാണ്. Assume no initial charge on either of the capacitors in figure. The switch is closed at t equal to 0. Find I at t equal to 0 plus. ഇതാണ് നമ്മുടെ പാരലൽ RC സർക്യൂട്ട്. 50 വോൾട്ട് സപ്ലൈ ഉണ്ട്. ടോട്ടൽ കറണ്ട് I മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് പാരലൽ പാത്ത് കാണിച്ചിട്ടുണ്ട്. 1 ഫാരഡ് 5 ഓം സീരീസ് ആയിട്ടുള്ള ഒരു പാത്തും 0.5 ഫാരഡ് 5 ഓം സീരീസ് ആയിട്ടുള്ള വേറൊരു പാത്തും. പിന്നെ ഈ രണ്ട് പാരലൽ കോമ്പിനേഷനും സീരീസ് ആയിട്ട് ഒരു 10 ഓം റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത്രയും പ്രോബ്ലംസ് ചെയ്തപ്പോൾ നിങ്ങൾ KVL ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലെങ്തി, അതായത് രണ്ട് KVL ഇക്വേഷൻസ് എഴുതിയിട്ടൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ KCL എടുക്കാൻ നിൽക്കണം, അങ്ങനെയും ചെയ്യാം. സോ ഇനിയിപ്പോൾ KCL എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇവിടെ ഒരു നോഡ് വോൾട്ടേജ് കൺസിഡർ ചെയ്യുക V. സോ അങ്ങനെ V/S എന്നൊക്കെ പറഞ്ഞെടുത്ത് ടേം എടുത്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. സോ അതിനൊന്നും പോവാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. ശരിക്കും നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് അടുത്തൊരു സെക്ഷനിലായിട്ടാണ് ആ ടോപ്പിക് പഠിക്കുക, ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്സ് എന്ന് പറയും. സോ നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യാം, അതായിരിക്കും കൂടുതൽ ഈസി. സോ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുക എന്ന് നോക്കാം. ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ടിനെ നമ്മൾ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ചേഞ്ച് ടു എലമെൻസും അതിനെ നമ്മൾ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നമുക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ആൾ റെസിസ്റ്ററിനെ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റർ ആസ് സച്ച് ആയിട്ട് നിൽക്കും. ഇനി കപ്പാസിറ്ററിനെ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/CS എന്നാവും. അതായത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ KVL ഇക്വേഷൻ എന്താ എഴുതുക, 1/C ഇൻ്റഗ്രൽ IDT എന്നാണ്. സോ അതിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ അത് 1/CS എന്നാവും. ഇനി ഇൻ്റഗ്രലിന് വരെ 1/S വരും. പിന്നെ നമുക്കൊരു ഇനീഷ്യൽ ചാർജ് ഉണ്ട്. നമ്മളിപ്പോൾ ഇനീഷ്യൽ ചാർജ് ഒന്നും കൺസിഡർ ചെയ്യില്ല, കാരണം ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെ ഇനീഷ്യൽ ചാർജ് 0 ആണെന്ന്. ലാസ്റ്റിന് ഇൻഡക്ടറിനെ നമ്മൾ LS എന്നാണ് S ഡൊമൈനിലേക്ക് ചേഞ്ച് ചെയ്യുക. അതായത് L/di/dt നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ LS എന്നാവും ലാപ്ലേസ് എടുക്കുമ്പോൾ. സോ ആ ഒരു ഫോമിലേക്ക് നമുക്ക് ഈ മൊത്തം സർക്യൂട്ടിനെ ചേഞ്ച് ചെയ്യണം. ഇനി കോൺസ്റ്റൻറ്റ് DC വോൾട്ടിൻ്റെ ലാപ്ലേസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 50/S എന്ന്. സർക്യൂട്ട് ആദ്യം തന്നെ SH വരയ്ക്കുക. എന്നിട്ട് നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്ത് എഴുതാം. ഇപ്പോൾ 10 ഓം SH 10 ആയിരിക്കും. I സ്മോൾ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന ടൈം ഡൊമൈനിലാണ്. സോ S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് I(s) എന്നാവും. ഇവിടെ 5 ഓം 0.5 ഫാരഡ് എന്നുള്ളത് 1/CS വെച്ചിട്ട് 1/0.5S ഇത് 1/S ആയിട്ട് ചേഞ്ച് ആവും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I ആണ്. സോ I(s)നെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വെച്ച് പറയുമ്പോൾ V(s)/Z(s) എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് Z(s) ആണ്. അപ്പോൾ നമുക്ക് Z(s) കണ്ടുപിടിക്കണം. Z(s) എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ Z(s) കാണുമ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു കപ്പാസിറ്റർ റെസിസ്റ്ററും സീരീസ് ആയിട്ടുള്ള രണ്ട് പാരലൽ പാത്ത് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് സീരീസ് ആയിട്ടുള്ള എലമെൻസിനെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 5 + 1/S ആണ് ഒരു പാത്ത്. അതിന് പാരലായിട്ട് 5 + 1/0.5S ഉണ്ട്. അതിൻ്റെ മൊത്തം സീരീസ് ആണ് ആര്, 10 ഓം. ആദ്യം നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇനി R1 പാരലൽ R2 എന്ന് വരുമ്പോൾ നമ്മൾ എന്താ എടുക്കാറ്, R1R2/R1 + R2 എന്നാണ്. സോ R1ൻ്റെ സ്ഥാനത്ത് 5 + 1/S R2ൻ്റെ പ്ലേസിൽ 5 + 1/0.5S കൺസിഡർ ചെയ്യാം. അപ്പോൾ R1R2 ഡിവൈഡഡ് ബൈ R1 + R2. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 5 കൊണ്ട് ഈ പ്രൊഡക്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5 × 5 25 പ്ലസ് 5/0.5 എന്ന് പറഞ്ഞാൽ 10/S പ്ലസ് ഇനി 1/S കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/S പ്ലസ് 1/0.5S² ഓൾ ഡിവൈഡഡ് ബൈ 10 പ്ലസ് 1/S പ്ലസ് 1/0.5 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2/S. അതായത് 25 പ്ലസ് 15/S പ്ലസ് 2/S², 1/0.5 2 ആണ്, ഡിവൈഡഡ് ബൈ 10 പ്ലസ് 3/S. അതായത് LCM എടുക്കുമ്പോൾ 25S² പ്ലസ് 15S പ്ലസ്
2 all divided by s square into 10s plus 3 all into s അല്ലേ ബൈ എസ് എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് വരും. ഒരു എസും എസും ക്യാൻസൽ ആവും. സോ ബാക്കി എന്ന് പറയുന്നത് 25s സ്ക്വയർ പ്ലസ് 15s പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 10s പ്ലസ് 3 എന്ന് കിട്ടി. ഇതാണ് ഈ രണ്ട് പാരലൽ പാത്തിൻ്റെ ഈക്വലൻറ്റ് ഇമ്പിഡൻസ്. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ കൂടെ ആരും കൂടെ വരും, പ്ലസ് 10 ഓമും കൂടെ വരും. സോ സെറ്റ് ഓഫ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യണം, വീണ്ടും LCM എടുക്കണം. അപ്പോൾ 10 ഇൻറ്റു 10s ഇൻറ്റു 10s പ്ലസ് 3 പ്ലസ് 25s സ്ക്വയർ പ്ലസ് 15s പ്ലസ് 2 all divided by s into 10s plus 3. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഇത് 10 into 10 100s സ്ക്വയർ പ്ലസ് 30s പ്ലസ് 25s സ്ക്വയർ പ്ലസ് 15s പ്ലസ് 2 ഡിവൈഡഡ് ബൈ s into 10s പ്ലസ് 3. അതായത് 125s സ്ക്വയർ, എസ് സ്ക്വയറിൻ്റെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ 125s സ്ക്വയർ പ്ലസ് എസിൻ്റെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ 45s പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 10s പ്ലസ് 3 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ഐ ഓഫ് സെഡ് ഓഫ് എസ് കിട്ടി. സോ ഐ ഓഫ് എസ് ഈക്വൽ ടു വി ഓഫ് എസ് ബൈ സെഡ് ഓഫ് എസ് ആണ്. അതിൽ വി ഓഫ് എസ് എന്ന് പറയുന്നത് 50/s ആയിരുന്നു. ഡിവൈഡഡ് ബൈ സെഡ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എന്താവും, ന്യൂമറേറ്ററിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് വരും. റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയും. ഒരു എസും ഈ എസും ക്യാൻസലായി. ബാക്കി ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ എസ് പ്ലസ് എന്നുള്ള ടേമിലേക്ക് ആക്കുക, കാരണം നമുക്കിനി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാനുള്ളതാണ്. സോ ഈ 10 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ എത്രയോ 500 ഇൻറ്റു എസ് പ്ലസ്. ഇവിടെ 10 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് എസ് എന്നായി. ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എത്ര വരും 0.3. അപ്പോൾ 500 ഇൻറ്റു എസ് പ്ലസ് 0.3 ഡിവൈഡഡ് ബൈ ഇനി 125നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, കാരണം എസ് സ്ക്വയറിന് കിട്ടണം നമുക്ക്. എസ് എപ്പോഴും എസിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഓഫ് എസിൻ്റെ കോഎഫിഷ്യൻസ് 1 ആയിട്ട് നിൽക്കണം. അപ്പോൾ 125നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എസ് സ്ക്വയർ പ്ലസ് 45/125 എത്ര വരും 0.36s പ്ലസ് 2 ഡിവൈഡഡ് ബൈ 125 ഇത് 0.016 കിട്ടും. ഈ 500/125 4 ആണ്. 4 ഇൻറ്റു എസ് പ്ലസ് 0.3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 0.36s പ്ലസ് 0.016. ഇനി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാനുള്ളത് കൊണ്ട് ഡിനോമിനേറ്ററിനെ പ്രോഡക്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്ററിൽ ചെയ്യാം. അപ്പോൾ മോഡിൽ ഇക്വേഷൻ എടുക്കുക 5th വൺ, അതിൽ 3rd വൺ അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി കോഎഫിഷ്യൻസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഈക്വൽ ടു 0.36 ഈക്വൽ ടു 0.016. നമുക്ക് ആൻസർ വരുന്നത് 4 ഇൻറ്റു എസ് പ്ലസ് 0.3. ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്യേണ്ട, ന്യൂമറേറ്റർ എസ് എച്ച് അങ്ങനെ തന്നെ എടുക്കുക. ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് റൂട്ട് കിട്ടിയിരിക്കുന്നത് 0.0519 ആണ്. സെക്കൻഡ് വൺ എസ് പ്ലസ്, ഇതിൽ റൂട്ട്സ് നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഇവിടേക്ക് എഴുതുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. ഇപ്പോൾ നെഗറ്റീവ് റൂട്ട്സ് ആണെങ്കിൽ ഇവിടെ എഴുതുമ്പോൾ എസ് പ്ലസ് എന്ന് എഴുതണം, പോസിറ്റീവ് റൂട്ട്സ് ആണെങ്കിൽ എസ് മൈനസ് എന്ന് എഴുതണം. എസ് പ്ലസ് 0.308
8. ഇത് രണ്ടുമാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. By partial fraction, ചെയ്യുമ്പോൾ ഈ I of s നമുക്ക് എങ്ങനെ എഴുതാം? 4 into s plus 0.3 divided by s plus 0.052 into s plus 0.308 equal to a by s plus 0.052 plus b by s plus 0.308 എന്നായിട്ട്. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. സോ ന്യൂമറേറ്റർ ആസ് എസ് ന്യൂമറേറ്റർ എഴുതാം. ഇനി കോമൺ ഡിനോമിനേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ എയുടെ ഡിനോമിനേറ്ററിൽ ഓൾറെഡി s പ്ലസ് 0.052 എന്നുള്ള ടേം ഉണ്ട്. സോ ഇല്ലാത്ത ടേമായ s പ്ലസ് 0.308 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ബിയുടെ ഡിനോമിനേറ്ററിൽ ഓൾറെഡി s പ്ലസ് 0.308 ഉണ്ട്. ഇല്ലാത്ത ടേമായ s പ്ലസ് 0.052 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് എയും ബിയും കാണണം. സോ ആദ്യം എ കാണാനായിട്ട് ബിനെ 0 ആക്കണം. അപ്പം അതിനുവേണ്ടി എസിന് -0.052 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4 ഇൻറ്റു -0.052 പ്ലസ് 0.3 ഈക്വൽ ടു എ ഇൻറ്റു -0.052 പ്ലസ് 0.308. ബി ഇപ്പം എന്താവും, മൈനസും പ്ലസും കൂടെ 0 ആയി പോവും. അപ്പോൾ ആ ടേം കണ്ടുപിടിക്കുക. 0.3 minus 0.052 ആൻസർ ഇൻറ്റു 4 എന്ന് പറയുന്നത് 0.992 എ ഇൻറ്റു 0.256 0.992 divided by 0.256. ആൻസർ എന്ന് പറയുന്നത് എ ഈക്വൽ ടു 3.875. എയുടെ വാല്യൂ 3.875 കിട്ടി. ഇനി നമുക്കിതുപോലെ തന്നെ ആര് കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം. അപ്പോൾ ബി കാണാനായിട്ട് പുട്ട് എസ് ഈക്വൽ ടു -0.308 അല്ലേ, എനെ 0 ആക്കണം. സോ -0.308 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു -0.308 പ്ലസ് 0.3 ഈക്വൽ ടു ബി ഇൻറ്റു -0.308 പ്ലസ് 0.052. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിച്ച് നോക്കുക. -0.032 equal to b equal to negative 19 cancel out. .125 കിട്ടി. നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, എയുടെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ ആയ 3.875 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയുടെ സ്ഥാനത്ത് 0.125 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എയും കിട്ടി ബിയും കിട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ I of s. സോ നമുക്ക് I of t കാണണം എന്നുണ്ടെങ്കിൽ എന്തെടുക്കണം, ഇതിൻ്റെ L ഇൻവേഴ്സ് എടുക്കണം. L ഇൻവേഴ്സ് ഓഫ് I of s. സോ ഈ മൊത്തം ടേംസിൻ്റെ L ഇൻവേഴ്സ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ എടുക്കുമ്പോൾ 3.875 ഇൻറ്റു e റേസ് ടു അല്ലേ 1/s പ്ലസ് എന്നുള്ള ഫോമാണ്. സോ e റേസ് ടു -0.052t
plus 0.125 into e raised to minus 0.308t. അപ്പോൾ 1/s പ്ലസ് എന്നുള്ളതാണ് ജനറലി വരാറുള്ള ഫോംസ്. അത് വിട്ട് സെക്കൻഡ് ഓർഡർ വരുമ്പോഴാണ് സൈനും കോസൊക്കെ വരിക. അതായത് ഡിനോമിനേറ്റർ സ്ക്വയർ എന്നുള്ള ടേംസ് ഒക്കെ വരുമ്പോൾ സൈനോ കോസോ വരും. അപ്പോൾ അതാണ് ജനറലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലാപ്ലേസസ്. എന്നാലും e raised to 1/s പ്ലസ് എ, അതായത് e raised to minus 80 അല്ലെങ്കിൽ e raised to plus 80 എന്നൊക്കെയുള്ള ഫോംസ് ആണ് ജനറലി നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ലാപ്ലേസ് വെച്ചിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുള്ള കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് I(t) നമുക്ക് കിട്ടുക. അതാണ് ഇത്രയും ആംബിയർ. യൂണിറ്റ്സ് എപ്പോഴും എഴുതണം. സോ 3.875 e raised to minus 0.2052t plus 0.125 e raised to minus 0.308t ആംബിയർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ടോട്ടൽ കറണ്ട് I. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. അല്ലാതെ നിങ്ങൾ KCLും KVLും എടുത്തിട്ടും ചെയ്യാം, പക്ഷേ അത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വലിയ പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്സ് വരച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരുവിധം സർക്യൂട്ട്സിൽ ഇനീഷ്യലി ചാർജ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വെച്ച് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂളിൽ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ടോപ്പിക്ക് വരുന്നുണ്ട്, ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കണം. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം.